ആലുവയിൽ KSRTC ബസ് തടഞ്ഞ് ഡ്രൈവറെ ബൈക്ക് യാത്രികർ ആക്രമിച്ചു. അക്രമം തടയാൻ ശ്രമിച്ച കണ്ടക്ടർക്കും മർദ്ദനമേറ്റു. ബസിന്റെ ഡ്രൈവർ കായംകുളം സ്വദേശി M. ശ്യാംകുമാർ, കണ്ടക്ടർ കൊല്ലം ശാസ്താംകോട്ട സ്വദേശി പ്രവീൺ എന്നിവർക്കാണ് പരിക്കേറ്റത്. പ്രതികളിൽ ഒരാളെ ആലുവ പോലീസ് പിടികൂടി. കീഴ്മാട് സ്വദേശി അമീർ നൌഷാദാണ് പോലീസിന്റെ പിടിയിലായത്. ആജ്ഞ രവീന്ദ്രൻ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നു. ആജ്ഞ, എന്താണ് ഈ പ്രകോപനം? എന്തിനാണ് ഈ ആക്രമണം നടത്തിയത്? KSRTC ബസ് തടഞ്ഞ് ഡ്രൈവറെ ആക്രമിക്കണമെങ്കിൽ ഏതെങ്കിലും തരത്തിൽ റോഡിലുണ്ടായ തർക്കമാണോ അതിന് വഴിവെച്ചത്? ശരിക്കും മുൻപിലുള്ള ഒരു കാറിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഈ ബസ് കടന്നപ്പോൾ അതിനൊപ്പം തന്നെ വന്ന ബൈക്കാണ്. അതിൽ ബൈക്കിൽ തട്ടാതിരിക്കാൻ വേണ്ടി തന്നെ അവർ സൂക്ഷിച്ച് തന്നെയാണ് വാഹനം ഓടിച്ചതെന്നാണ് ഡ്രൈവർ ശ്യാംകുമാർ പറയുന്നത്. അങ്ങനെയാണ്. അതേസമയം ആ സമയത്ത് തർക്കമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ബസ്സിനെ പിന്തുടർന്ന് വന്ന് ക്രോസ് ചെയ്ത് വാഹനത്തിന് മുൻപിൽ, അതായത് ബസ്സിന് മുൻപിൽ ബൈക്ക് നിർത്തി ക്രോസ് ചെയ്ത ശേഷം ബസ് തടഞ്ഞ ശേഷമാണ് ഡ്രൈവറെ ഹെൽമറ്റ് കൊണ്ട് തലയ്ക്ക് അടിച്ച് പരുക്കേൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. കണ്ടക്ടർ പ്രവീണിനും പരിക്കേറ്റിട്ടുണ്ട്. ഇത് ആലുവ കൊട്ടാരക്കര റൂട്ടിലോടുന്ന വാഹനമാണ്. അടൂർ ഡിപ്പോയിലെ ജീവനക്കാരാണ് ഈ പരിക്കേറ്റ ഡ്രൈവർ ശ്യാംകുമാറും അതുപോലെ കണ്ടക്ടർ പ്രവീണും അടൂർ ഡിപ്പോയിലെ ജീവനക്കാരാണ്. ഇന്നലെ ഉച്ചയ്ക്ക് 2:30 മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് മഹിളാലയം കവലയ്ക്ക് സമീപത്ത് വെച്ചിട്ടാണ് ഈ ബസ് കടന്നു പോകുമ്പോൾ എതിർദിശയിൽ ഒരു കാർ വന്നു. ആ കാറിന് സൈഡ് കൊടുക്കുമ്പോൾ ഈ ബൈക്കിൽ തട്ടാതിരിക്കാൻ വേണ്ടി തന്നെ അതായത് കാറിനെ മറികടക്കുന്ന സാഹചര്യത്തിലാണ്, ഒപ്പം വന്ന് കാറിനെ മറികടക്കുന്ന സാഹചര്യത്തിൽ ബൈക്കിൽ തട്ടാതിരിക്കാൻ വേണ്ടി ഇടത്തേക്ക് വെട്ടിച്ചു എന്നാണ് ഡ്രൈവർ പറഞ്ഞത്. പക്ഷെ ആ സമയത്ത് വാഹനങ്ങളൊന്നും ഉരസലുണ്ടാവുകയോ അല്ലെങ്കിൽ തമ്മിൽ ഇടിക്കുകയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപകടം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പക്ഷെ അപകട സാധ്യത ഒഴിവായി പോവുകയും ചെയ്തു. അത് കഴിഞ്ഞ ശേഷമാണ് ഈ ബൈക്ക് യാത്രികരായിരുന്ന ആളുകൾ പിന്നീട് ഇവിടേക്ക് എത്തി ഈ ബസ്സിനെ പിന്തുടർന്ന് എത്തി ഈ ഡ്രൈവറെയും കണ്ടക്ടറെയും പരിക്കേൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. തുടർന്ന് അതിൽ 19 യാത്രക്കാരുണ്ടായിരുന്നു. ഇവരെ മറ്റു ബസ്സിലേക്ക് കയറ്റിയാണ് യാത്ര പുനരാരംഭിച്ചത്. ആ ബസിന്റെ ഡ്രൈവർക്ക് പരിക്കേറ്റ ശേഷം അദ്ദേഹത്തെ പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ തലയ്ക്ക് അല്പം ആഴത്തിലുള്ള പരിക്ക് തന്നെയാണ് അദ്ദേഹത്തിന് ഏറ്റിട്ടുള്ളത്. അതേസമയം ഈ കണ്ടക്ടർ പ്രവീണിന്റെ പരിക്ക് അത്ര ഗുരുതരമല്ല. രേണുക, ഇതിൽ പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ നിന്നുണ്ടായിട്ടുള്ള സംഭവം ആക്രമണം എന്ന നിലയിലാണോ, അതോ ഈ പ്രതികൾക്ക് ഏതെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ? എന്താണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ പറയുന്നത്? 22-കാരനായിട്ടുള്ള അമീർ നൌഷാദിനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പ്രതിക്ക് അത്തരം ക്രിമിനൽ പശ്ചാത്തലമുള്ളതായിട്ടൊന്നും പോലീസ് പറയുന്നില്ല. അതേസമയം ഈ 2 പേരായിരുന്നു ബൈക്കിൽ യാത്ര ചെയ്തിരുന്നത്. അതിൽ ഒരാളെ ഇതുവരെയും പിടികൂടിയിട്ടില്ല. പെട്ടെന്നുണ്ടായ പ്രകോപനം, അതായത് യാത്രയുടെ സമയത്ത് ഉണ്ടായിരുന്ന പ്രകോപനം തന്നെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അത് മാത്രമല്ല, അതിനുണ്ടായ സാഹചര്യം ഇങ്ങനെയാണ്. മറ്റൊരു വാഹനത്തെ മറികടക്കുമ്പോഴുണ്ടായ സാഹചര്യം, അത് ഈ ബൈക്കിൽ തട്ടാതെ നോക്കുക തന്നെ ചെയ്തു എന്നാണ് ഡ്രൈവർ പറയുന്നത്. പക്ഷേ പിന്നീട് ഇത് കടന്നുപോയ ശേഷം പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞ് വന്ന ശേഷമാണ് വാഹനത്തിന് മുൻപേ ബൈക്ക് നിർത്തി, അത് ക്രോസ് ചെയ്ത് ബൈക്ക് നിർത്തി ഈ വാഹനത്തിൽ ബസ്സിൽ കയറി ഇവരുടെ കൈവശമുണ്ടായിരുന്ന ഹെൽമറ്റ് കൊണ്ട് ഈ ഡ്രൈവറെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത്. വാഹനങ്ങൾ ഓടിക്കുമ്പോഴുണ്ടാകുന്ന തർക്കങ്ങൾ, ഇത്തരത്തിലുള്ള തർക്കങ്ങൾ നമുക്കറിയാം. ഇത്തരത്തിലുള്ള ചെറിയ തർക്കങ്ങളാണ് വലിയ അപകടങ്ങളിലേക്കും വലിയ കൊലപാതകങ്ങളിലേക്കും വലിയ പ്രശ്നങ്ങളിലേക്കും ഒക്കെ നയിക്കുന്നതും. അങ്ങനെ തന്നെ നയിച്ചിട്ടുണ്ടായ പ്രകോപനം കൊണ്ടുണ്ടായ ഒരു പ്രശ്നം തന്നെയാണ് ഇതെന്ന് വേണം മനസ്സിലാക്കാൻ. അത് തന്നെയാണ് പോലീസും പറയുന്നത്. എന്തായാലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഒരാളെയാണ്, ഈ അനസ് നൌഷാദ് എന്ന് പറയുന്ന ആളെയാണ്, അമീർ നൌഷാദ് എന്ന് പറയുന്ന 22 വയസ്സുകാരനെയാണ് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ബൈക്ക് യാത്രക്കാരനായ ഒരാൾ കൂടി ഇതിൽ ഉണ്ട്. അതായത് ഈ ഡ്രൈവറെയും കണ്ടക്ടറെയും മർദ്ദിച്ച ഒരാൾ കൂടിയുണ്ട്, പിടിയിലാകാനുണ്ട്. അയാൾക്ക് വേണ്ടിയിട്ട് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ശരി, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.